like a test that I fail, so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Your lies, I'll do what I want. രാഹുൽ ഫാബി, വെൽക്കം ടു Fabbsonwheels. സോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കെയിനെ എല്ലാവർക്കും എന്തെല്ലാം അറിയാമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോഗാണ്. നമ്മുടെ ഡോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ സണ്ണാണ് അവൻ. അപ്പോൾ അവനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ Fabbsonwheels എന്നുള്ള ക്യാമ്പിങ്ങിൽ കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ ശരിക്കും അവനെ ട്രെയിൻ ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. സോ ആ വീഡിയോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒബീഡിയൻ്റ് അല്ലാത്തൊരു ഡോഗാണ് എൻ്റെ കെയിൻ. അപ്പോൾ അവനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്ത് അടിപൊളിയാക്കി കൊണ്ടുവരുന്നത് അതിൻ്റെ പ്രോഗ്രസ് വീഡിയോസും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സെഷനിലോട്ട് നമുക്ക് പോകാം. അതിന് മുമ്പേ ഒരു കാര്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. സോ നമ്മുടെ ലോഗോയും നമ്മുടെ പോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ വരുന്ന വീഡിയോസിൽ നമുക്ക് ആ ലോഗോയും പോസ്റ്റും ഒക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വണ്ടിക്കകത്ത് നമ്മുടെ Fabbsonwheels എന്നുള്ള ഒരു ലോഗോ ചെയ്ത്. സോ ആ ഒരു ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ ഒരു ചങ്ക് സബ്സ്ക്രൈബറാണ് ഇന്ദ്രജ് കൃഷ്ണ. സോ ഇന്ദ്രജ് കൃഷ്ണയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇന്ദ്രജ് കൃഷ്ണയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് താങ്ക്സ് ബ്രോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ലോഗൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കുറേ കാലം കൊണ്ട് ഓടി നടക്കുന്നത് റെഡി ആയിട്ടില്ല. പക്ഷേ പുള്ളി വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കെയിനിൻ്റെ പുറകിലൊക്കെ ഓടി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കം. അപ്പോൾ അവനെ വിളിച്ചാൽ വരത്തില്ല, നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ വീഡിയോയിൽ നമ്മുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൽ ഇവൻ്റെ ട്രെയിനിങ് സെഷനൊക്കെ കാണിക്കും. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനറല്ല. നമ്മുടെ ഒരു ഡോഗിനെ, നമ്മുടെ ഒരു പെറ്റിനെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ പ്രോഗ്രസ്സും അതിൻ്റെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ Fabbsonwheels എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാ ഐഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സെഷനിലോട്ട് പോകാം. അതോടൊപ്പം തന്നെ വളരെ ഹാപ്പിയാണ്, കാരണം ശരിക്കും ഒരു ലോഗോയും പോസ്റ്ററൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ലൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ വീഡിയോയിലോട്ട് പോകാം. അവനെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കെയിന്റെ അനുസരണയൊന്നും അല്ല. ഇത് ശരിക്കും ഇവന്റെ അഭിനയം മാത്രമാണ്. എന്റെ കയ്യിൽ ട്രീറ്റ് ഉണ്ട്. സോ ആ ട്രീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവന്റെ ഇരുത്തം മാത്രമാണ്. സെറ്റ്. Good boy. Come. Come here. ഒരു രക്ഷയില്ല, കണ്ടോ? ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടാണ്. അവന് തോന്നുന്ന സമയത്താണ് അവൻ നടക്കുന്നതും പോകുന്നതും വരുന്നതൊക്കെ. സോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലോ വരിയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവനൊന്ന് വിളിക്കാം. അവന് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അവൻ ആ ശ്രദ്ധയിലോട്ട് ഓടുകയാണ്. കേൾക്കാം. ശരിക്കും പറഞ്ഞാലേ പപ്പ അതിലേക്കൂടെ പോകുന്നുണ്ട്. പപ്പയെ കണ്ടിട്ടുള്ള അവൻ്റെ ലുക്കാണ് ഇതാ. ശരിക്കും പറഞ്ഞാൽ പപ്പ അവിടെ പോയിട്ടുള്ളൂ. പപ്പയെ കാണാനുള്ള ഒരു ഓട്ടമാണ്. സോ ആ സമയത്ത് അവനാക്കണ്ട കുപ്പി, ഇതാണ് സ്വഭാവം. കുപ്പിയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കുപ്പിയൊക്കെ എടുത്തുകൊണ്ടുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വയസ്സ് 3 ആയിട്ടുണ്ട്. കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. നമുക്ക് എന്തായാലും അവനൊന്ന് നോക്കാം. കേൾക്കാം. കണ്ടോ ആ ഒരു ഓട്ടം കണ്ടോ? അവന് ഇതാണ് കെയിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഡേ ബൈ ഡേ ഉള്ള ഇവന്റെ ഒരു പ്രോഗ്രസ് സെഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നിങ്ങളെ അറിയും. ഇത് കണ്ടല്ലോ, ഇപ്പോൾ അവൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, പപ്പയുടെ എന്ത് സ്നേഹമാണ്. അവന് പൈൻറ്റ് ബോട്ടിൽ, ഇത് കണ്ടോ, ഒരു പൈൻറ്റ് ബോട്ടിൽ എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈൻറ്റ് ബോട്ടിൽ മതി അവൻ, അല്ലാതെ വേറെ കാര്യമൊന്നും അവനില്ല. ഇത് കണ്ടോ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറയിലോട്ട്, ഇതിപ്പോൾ അച്ഛൻ്റെ പുറയിലോട്ട് ഓടുന്ന ഓട്ടമാണ്. അച്ഛനോടെ നിൽപ്പുണ്ട്, അച്ഛൻ്റെ പുറകിൽ ഓടിയ ഓട്ടോ കണ്ടോ. ഇനി ആ കുപ്പിയും കൊണ്ടുള്ള ഓട്ടമാണ്. ഇത് കണ്ടോ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടിക്കും. പിന്നെ കെയിൻ്റെ കാര്യങ്ങൾ ബേസിക്കലി എടുത്ത് പറയാമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലേ തൊട്ട് അവൻ നമ്മുടെ കൂടെ ആയിരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാടൊന്നും അവനെ അങ്ങനെ ട്രെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അത് നമ്മളുടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഡോഗ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഡോഗ്സ് ഭയങ്കര സ്നേഹമായതുകൊണ്ട് ട്രെയിനിങ് ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ പർപ്പസ്ഫുള്ളി നമുക്ക് അവനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടി വരും. അവൻ എല്ലാവരോടും നല്ല സ്നേഹമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ബൈറ്റിംഗ് ടെൻഡൻസി ഉള്ള ഡോഗാണ്, അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ള ഡോഗാണ്, കടിക്കുകയും കൂടെ ചെയ്യും. ഇതിപ്പോൾ പപ്പ വിളിക്കുന്നതിൻ്റെ ഒരു പോക്കാണ് അവൻ കാണുന്നത്.
പപ്പ ഇപ്പോൾ അവിടെ നിന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്, കണ്ടോ. അവനാണെങ്കിൽ കളിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ നാളെ അവനെ ഒന്ന് ഓപ്പണാക്കി വിട്ടതിന് ശേഷം അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഓട്ടമാണ് കണ്ടോ. പപ്പ എന്തോ അവന് കൊടുക്കാൻ വേണ്ടി കേക്ക് എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ട്, കണ്ടോ. പപ്പ പകുതി കൊടുക്കേ. ആ ഒരു കേക്ക് അവന് കിട്ടിയിട്ടുണ്ട്. ആ കേക്ക് അവൻ കഴിച്ചിട്ടുണ്ട്. പപ്പ എടുത്ത് വാ കം ഇതുണ്ടോ, പപ്പയെ നോക്കുന്നുണ്ടോ. പപ്പ പോയതിൻ്റെ ആ ഒരു സ്നേഹമാണ്. ശരിക്കും സ്നേഹം നന്നായിട്ട് ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ എടുത്തിട്ട് കേൾക്കാം കം. അപ്പോൾ ഈ ഒരു പപ്പയുടെ പുറകിലുള്ള ശരിക്കും നമ്മൾ അപ്പോൾ കേനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 36 ദിവസം പ്രായമുള്ളപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു ഡോഗിനെ നമ്മൾ ഇത്രയും വളർത്തി 3 വയസ്സായിട്ടുണ്ട്. പക്ഷേ അവനിപ്പോഴും കളിയോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ആളെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ മുട്ടിൻ്റെ താഴെ വരെ നിൽക്കും. അതുപോലെ തന്നെ ബൈറ്റിംഗ് ടെൻഡൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ 1-2 വട്ടം അങ്ങനത്തെ ഒരു ബൈറ്റിംഗ് ടെൻഡൻസി അവൻ കാണിച്ചിട്ടുണ്ട്. നമ്മളോടല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവരോട് ഭയങ്കര ഹൈലി അഗ്രഷനാണ്. ഒട്ടും പേടിയില്ലാത്ത ഒരു ക്യാരക്ടറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി ഗുണമായിരുന്നു. എൻ്റെ ഒരു ക്യാമ്പിങ്ങിൽ എനിക്ക് ആ ക്യാരക്ടർ ഗുണമാണ്. പക്ഷേ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം അങ്ങനെ അഗ്രസീവായിട്ടുള്ള ഡോഗിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവനെ ഒന്ന് ഒബീഡിയൻ്റ് ആക്കി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ പേരിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ ഒരു രക്ഷയെന്ന് വെച്ചാൽ പപ്പ പോയതിൻ്റെ ആ ഒരു ഇതാണ്. ഇനി ഇവനെ നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറുന്നത്, വണ്ടി ആളുകളിൽ കുറച്ച് പേടിയാണ്. കാരണം അത് വണ്ടിക്കകത്ത് കയറാനൊക്കെ ആയിട്ട് കയ്യിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വണ്ടിക്കകത്ത് നമ്മൾ പൊക്കി കയറ്റേണ്ടി വരും. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഡോഗിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ ഉള്ള കെയിൻ്റെ ഒരു സ്റ്റാറ്റസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ട്. കേൾക്കാം ഇപ്പോൾ ഞാൻ വിളിക്കുകയാണ്, നിങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവനെ വിളിക്കുന്നുണ്ട്, കം. ഇതുവരെ പപ്പ പോയതിൻ്റെ ആ ഒരു ഇത് അവൻ്റെ ഒന്നും മാറിയിട്ടില്ല. പപ്പ അവൻ നോക്കുകയാണ്, എല്ലായിടവും പോയി ദൂരത്തുനിന്ന് അവൻ പപ്പയെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഒരുപാട് ദൂരത്ത് പപ്പ പോയിട്ട് അവൻ ദൂരെ വരെ പോയി. ഇപ്പം നമ്മൾ ആര് വീട്ടിലുള്ളവർ പോയാൽ തന്നെ അവൻ്റെ ആ ഒരു രീതി അതാണ്. അവൻ അപ്പം പോയതിൻ്റെ ആ ഒരു കേക്ക് അവന് കൊടുത്തിരുന്നു. അതിന് ശേഷം അവൻ പപ്പ പോയാൽ അവൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവൻ എല്ലാ സൈഡിലും പോയി നോക്കുകയാണ്. ഇത് കണ്ടോ, കം. ഇതുണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ട്രീറ്റ് വേണ്ട അവനിപ്പോൾ. കേൾക്കാം. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേണം അവനെ സിറ്റ് പറഞ്ഞ് ഇരുത്താനായിട്ട്. കേൾക്കാം, സിറ്റ്. ഒരു രക്ഷയില്ല. സോ ഇതാണ് നമ്മുടെ കെയിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്തിന് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കെയിൻ്റെ ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്ന അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ആ ഒരു പ്രോഗ്രഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ നമ്മുടെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, കെയിന് ഫുഡോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല. ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ പോലും വേറെ ആർക്കും അവനെ അത്രമായിട്ട് നോക്കാൻ പറ്റത്തില്ല. അവൻ ഇപ്പോഴും ആ ഒരു സെർച്ചിങ്ങിലാണ്. അപ്പോൾ അവൻ്റെ സെർച്ചിങ്ങിൽ അവനെ പപ്പയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കെയിൻ ഷൂളോടി ആശാൻ അത്യാവശ്യം ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും ഷൂളോടിയൊക്കെ. കേൾക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കെയിൻ്റെ വിശേഷങ്ങൾ. സോ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഇതൊക്കെ തന്നെ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഇതുണ്ടല്ലേ, പുറത്തൂടെ മാമനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോകുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു നോട്ടം ഇതാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഒരു ശരിക്കും വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ നമുക്ക് ഇനി ഒന്ന് റെഡി ആക്കി എടുക്കണം. അപ്പോൾ ആ എടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഇത് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ ഉള്ളവൻ്റെ ഒരു സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നുണ്ടോ, അവൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡോഗിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഡോഗാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ട്. ഒരു പ്രൊഫഷണൽ ട്രെയിനറിനെ കൊണ്ട് ചെയ്യിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവനെ കൊടുത്തിട്ടൊക്കെ പോകുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ അങ്ങനെ നടക്കാത്തതിൻ്റെ പേരിലാണ് നമുക്ക് അവനെ അല്ലാതെ ട്രെയിൻ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചത്. കെയിനാണ് ഈ ഒരു വീഡിയോയിൽ ശരിക്കും കെയിനാണ് ഈ ഒരു വീഡിയോയിൽ താരം. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കെയിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. അവനൊട്ടും നമ്മളോട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നില്ല. സിറ്റ് കോർപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഗെയിം വന്നിരുന്നിട്ടുണ്ട്. സെറ്റ് ഇപ്പം എൻ്റെ കയ്യിൽ ട്രീറ്റ് ഉണ്ട്. ഇത് മാത്രമാണ് ഇവൻ ആകെ അറിയാവുന്നൊരു ഇത്. പിന്നെ ഇവനെ സെറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ ഒരു സിറ്റെങ്കിലും അവൻ ചെയ്തിട്ടുണ്ട്. ക്യാച്ച്, ഗുഡ് ബോയ്. കണ്ടോ, അത് കഴിച്ചിട്ട് പോയി. ഇത്ര തന്നെ ഉള്ളൂ അവൻ്റെ ആ ഒരു നമ്മളോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവൻ്റെ കളി തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും അവൻ്റെ ആ ഒരു പ്ലേ ഡ്രൈവ് കുറച്ച് കുറഞ്ഞിട്ടില്ല. അവൻ ആ വന്നതിന് ശേഷം ഇങ്ങനെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കുഴഞ്ഞിട്ട് ആശാൻ
കുഴഞ്ഞിട്ട് ആശാൻ അവിടെയുള്ള എൻ്റെ അനിയനൊക്കെ അവിടെ നിൽപ്പുണ്ട്. സോ അനിയനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവൻ എന്തെങ്കിലും വെച്ച് കളിക്കണം ഫുൾ ടൈം. നമ്മൾ വിളിച്ചാലൊന്നും വരാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വീക്ക്ലി ഒരു രണ്ട് വീഡിയോസെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ വേറെ 1-2 വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ നമുക്ക് ക്യാമ്പിങ്ങിൽ നമ്മുടെ ഒരു ഗാർഡ് ഡോഗായിട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കെയിനെ പൊക്കിയെടുത്ത് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് ശരിക്കും കെയിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. സോ ഈ ഒരു ഡോഗിനെയാണ് അല്ലെങ്കിൽ കെയിനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ചെയ്ത് നമ്മുടെ ഒരു പറ്റുന്ന പർപ്പസ്ഫുള്ളി നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. കാരണം ഇവന് അതർ ഡോഗ്സിനെ കണ്ടാൽ അഗ്രഷനുണ്ട്, അനിമൽ അഗ്രഷനുണ്ട്, ഹ്യൂമൻ അഗ്രഷനുണ്ട്, എല്ലാ രീതിയിലും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഡോഗാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റ ഐഡിയിൽ Fabbsonwheels നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് നമുക്ക് വേണ്ട ടിപ്സോ കാര്യങ്ങളൊക്കെ തരണം. കാരണം അവനൊരു ട്രീറ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ ട്രീറ്റ് ഒന്നും കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യങ്ങളും. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ട്രീറ്റ് ഒന്ന് മാറ്റി നോക്കാം. ഡേ ബൈ ഡേ ഉള്ള അല്ലെങ്കിൽ വീക്കിലി നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ അവൻ്റെ പ്രോഗ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് അളക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോക്കകത്ത് അവൻ്റെ ഇപ്പോഴത്തുള്ള സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ എത്തിക്കാനും മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടിപൊളി കിടിലൻ ക്യാമ്പിംഗ് വീഡിയോസിലൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പിങ്ങിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ പടിയായിട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കെയിൻ്റെ ഒരു ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നെങ്കിൽ കെയിൻ ഇല്ലെങ്കിൽ നമ്മൾ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. കാരണം മാക്സിമം അവനെ ട്രെയിൻ ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ അവനെ എത്തിക്കും. എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. വീക്ക്ലി വൺസ് 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.